നമസ്കാരം. പ്രധാന വാർത്തകൾ. ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. വള്ളസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആറന്മുള പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ VN വാസവൻ, വീണ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. വിഭവങ്ങളുടെ എണ്ണങ്ങൾ കൊണ്ടാണ് ആറന്മുള വള്ളസദ്യ പ്രശസ്തം. പള്ളിയോടങ്ങളിൽ എത്തുന്ന കരക്കാർക്കും വഴിപാടുകാർ ക്ഷണിക്കുന്നവർക്കുമായി 64 വിഭവങ്ങൾ അടങ്ങുന്ന സദ്യയാണ് നൽകുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള നിർവഹണ സമിതിയായിരിക്കും വള്ളസദ്യയ്ക്ക് മേൽനോട്ടം വഹിക്കുക. മോശം കാലാവസ്ഥ. കരിപ്പൂരിൽ ഇറക്കാനാവാതെ വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. കനത്ത മഴയെ തുടർന്ന് കരിപ്പൂരിൽ ഇറക്കാനാവാതെ 5 വിമാനങ്ങൾ രാവിലെ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. റാസൽ കൈമ, മസ്കത്ത്, ദോഹ, ബഹ്റിൻ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. കാലാവസ്ഥ അനുകൂലമായതോടെ 3 വിമാനങ്ങൾ തിരിച്ചുപോയി. മറ്റ് 2 വിമാനങ്ങളും ഉടൻ തിരിക്കുമെന്നാണ് സൂചന. കുത്തിവയ്പ്പെടുത്ത അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറുടെ അനാസ്ഥ മൂലം അബോധാവസ്ഥയിലായിരുന്ന യുവതി മരിച്ചു. മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ 6 ദിവസമായി ചികിത്സയിലായിരുന്നു കൃഷ്ണ. കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കെത്തിയ കൃഷ്ണയ്ക്ക് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നിന്നും കുത്തിവയ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ യുവതി അബോധാവസ്ഥയിലാവുകയായിരുന്നു. തുടർന്ന് ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെ ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കണ്ണൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. അച്ഛനും മകനും ദാരുണാന്ത്യം. കണ്ണൂർ മട്ടന്നൂരിൽ നെല്ലൂന്നിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അച്ഛനും മകനും മരിച്ചു. ഉരുവാച്ചലിലെ നവാസ്, മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത്. നവാസിന്റെ ഭാര്യ അസീറ, മക്കളായ റിഷാൻ, ഫാത്തിമ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവാസും യാസിനും അപകട സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. BSP നേതാവ് ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്ന കേസ്. BJP വനിതാ നേതാവ് പിടിയിൽ. BSP തമിഴ്നാട് പ്രസിഡന്റ് K ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്ന കേസിൽ BJP വനിതാ നേതാവ് പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ആഞ്ചലയാണ് പിടിയിലായത്. നോർത്ത് ചെന്നൈയിലെ ജില്ലാ നേതാവായിരുന്ന ആഞ്ചലൈ ഒളിവിലായിരുന്നു. ആഞ്ചലയ്ക്ക് പുറമെ അണ്ണാ DMK കൗൺസിലറായ അഡ്വക്കേറ്റ് ഹരിഹരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. BJP നോർത്ത് ചെന്നൈ ജില്ലാ വനിതാ വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു അഞ്ചലൈ. കൊലപാതകത്തിൽ പ്രതി ചേർത്തതിന് പിന്നാലെ അഞ്ചലൈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾക്ക് 10 ലക്ഷം രൂപ ആഞ്ചലൈ കൈമാറിയത് അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിനു പുറമെ കൊലപാതകം നടത്താനെത്തിയ പ്രതികൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് ആഞ്ചലയാണെന്ന് പോലീസ് പറയുന്നു.